കഴിയുമ്പോൾ അവിടുത്തെ ചില സംഗതികളൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞാലംഘനം വരാതെ അവിടുത്തെ കാര്യങ്ങൾ അതുപോലെ ആചരിച്ചിട്ട് പോന്നാൽ ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയാണ് ആ നാടിന്റെ ശ്രേയസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂർ ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖില ഭാരത ഭാഗവത മഹാസത്രം മാരൻകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഏപ്രിൽ 3 മുതൽ 14 വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാരതീയ പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിന് സുപ്രധാന സ്ഥാനമാണുള്ളത്. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം പുരാണങ്ങളിൽ ഒടുവിൽ രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പുരാണങ്ങളുടെ എല്ലാം സംഗ്രഹം ഭാഗവതത്തിൽ കാണാം. ശ്രീമദ് ഭാഗവതം ഒരു ദേവതയെ മാത്രം പ്രകീർത്തിക്കുന്ന ഗ്രന്ഥമല്ല. വിവിധ ദേവതകളുടെ പരാമർശം ഭാഗവതത്തിലുണ്ട്. അത് ആത്യന്തികമായി സത്യാന്വേഷണത്തിന്റെ വഴി തുറക്കുന്ന ഉത്തമ ഗ്രന്ഥമാണ്. സത്യം പരം ധീമഹി എന്നതാണ് ഭാഗവത ലക്ഷ്യം. പുണ്യകരവും പൂർണ്ണവുമായ ജീവിത സാക്ഷാത്കാരം നേടുവാനുള്ള സദ്വൃത്താന്തങ്ങളാണ് ഭാഗവത കഥകളുടെ ഉള്ളടക്കം. ഭാഗവത കഥകൾ ഭക്തജനങ്ങൾക്കായി പാരായണം ചെയ്തു വ്യാഖ്യാനിക്കുവാൻ ഭാരതത്തിലെ ആത്മീയാചാര്യന്മാർ ഭാഗവത സത്രങ്ങൾ തുടങ്ങിവെച്ചു. ഭാഗവതത്തിലെ അറിവുകൾ ഭക്തജനങ്ങൾക്ക് ലളിതമായി വിവരിച്ചു നൽകുന്ന ഭാഗവത സത്രത്തിൽ 100-ൽ പരം ആചാര്യന്മാർ 100-ൽ പരം വിഷയങ്ങൾ ഭക്തർക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നു. ആചാര്യന്മാർ ഒരിടത്ത് ഒത്തുകൂടി ഒന്നിച്ചു താമസിച്ചുകൊണ്ട് കേൾക്കുന്നവർ പറയുകയും പറയുന്നവർ കേൾക്കുകയും ചെയ്യുന്ന രീതി ആയതിനാൽ ഈ വിജ്ഞാന സദസ് ഭാഗവത സത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. ഗുരുവായൂർ ആസ്ഥാനമായുള്ള ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ 42ാമത് അഖില ഭാരത ഭാഗവത മഹാസത്രം 2025 ഏപ്രിൽ മാസം 3 മുതൽ 14 വരെ ആലപ്പുഴ കലവൂരിലുള്ള മാരൻകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം സംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ സംഭവാമി